ഹരേ കൃഷ്ണ. രാശിചക്രത്തിലെ നാലാമത്തെ രാശിയായ കർക്കിടകം രാശിക്കാർക്ക് 2026 സെപ്റ്റംബർ മാസത്തിലെ നവഗ്രഹങ്ങളുടെ പ്ലേസ്മെൻറ്റും അതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന ഫലങ്ങളും എന്താണെന്ന് നോക്കാം. ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള സാമാന്യ ഫലങ്ങളാണ്. ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട്, ദയവായി കാണുക. വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട വേദിക് ആസ്ട്രോളജി അനുസരിച്ചുള്ള ഉപായങ്ങൾ പറയുന്നതായിരിക്കും, തീർച്ചയായും കാണുക. കർക്കിടകം രാശിയുടെ രാശിയധിപൻ ചന്ദ്രനാണ്. പുണർദത്തിന്റെ 4-ാം പാദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കിടക രാശിയിൽ ഉൾപ്പെടുന്നത്. എല്ലാ കർക്കിടകം രാശിക്കാരും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ രാശിയധിപൻ ചന്ദ്രൻ മനസ്സ്, വികാരം, മാനസിക സമാധാനം എന്നിവയെ നിയന്ത്രിക്കുന്ന ഗ്രഹം. ചന്ദ്രന്റെ വേഗത്തിലുള്ള രാശിമാറ്റം, അതായത് 2.25 ദിവസം കൊണ്ടാണ് ചന്ദ്രൻ രാശിമാറ്റം ചെയ്യുന്നത്. ഇത് കാരണം കൊണ്ട് തന്നെ മാസത്തിൽ തന്നെ മാനസികാവസ്ഥയിൽ, തീരുമാനങ്ങളിലും ചെറിയ മാറ്റങ്ങൾ അനുഭവപ്പെടാം. അതുകൊണ്ട് തന്നെ വികാരപരമായ തീരുമാനങ്ങളെക്കാൾ ആലോചിച്ചുള്ള തീരുമാനങ്ങൾ ഏത് സമയം എടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ മാസത്തെ ഗ്രഹനില നോക്കാം. ഈ മാസം കർക്കിടക രാശിക്കാർക്ക് ഏറ്റവും ശ്രദ്ധിക്കേണ്ടതായ ഗുരുവിൻ്റെ 1-ാം ഭാവത്തിലെ ശക്തമായ സ്ഥാനം, അതോടൊപ്പം 2-ാം ഭാവത്തിലെ സൂര്യൻ, ബുധൻ, കേതു, 8-ാം ഭാവത്തിലെ രാഹു, 9-ാം ഭാവത്തിലെ വക്രശനി, 12-ാം ഭാവത്തിലെ ചൊവ്വ എന്നിവയും ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യത. അതിനാൽ ഈ മാസം അവസരങ്ങളും ചില പരീക്ഷണങ്ങളും ഒരുമിച്ച് വരുന്ന മാസമെന്ന് പറയാം. ഈ മാസം നിങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ഗുരുവിൻ്റെ 1-ാം ഭാവസ്ഥാനം ഒരു നല്ല സംരക്ഷണം നൽകുന്ന സൂചന തന്നെയാണ്. എന്നാൽ 12-ാം ഭാവത്തിലെ ചൊവ്വ കാരണം ഉറക്കക്കുറവ്, അമിതമായ ക്ഷീണം, യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. ചിലർക്ക് സ്ട്രെസ് കാരണം ശരീരത്തിൽ ക്ഷീണം അനുഭവപ്പെടാൻ സാധ്യത. അതിനാൽ ഈ മാസം ഉറക്കത്തിന് പ്രാധാന്യം നൽകണം. വെള്ളം ആവശ്യത്തിന് കുടിക്കുക, ഭക്ഷണക്രമം ശ്രദ്ധിക്കുക, അനാവശ്യമായ ടെൻഷനുകൾ ഒഴിവാക്കുക. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ ജ്യോതിഷത്തെ മാത്രം ആശ്രയിക്കാതെ ആവശ്യമായ മെഡിക്കൽ ചെക്കപ്പ് നടത്തുന്നത് നല്ലതാണ്. വിദ്യാർത്ഥികൾക്ക് ഈ മാസം അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ്. 1-ാം ഭാവത്തിലെ വ്യാഴം നിങ്ങളുടെ പഠിക്കുന്നതിനുള്ള കഴിവ്, കോൺഫിഡൻസ്, നിങ്ങളുടെ കോൺസെൻട്രേഷൻ എന്നിവയ്ക്ക് പിന്തുണ നൽകുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യം, 2-ാം ഭാവത്തിലെ കേതു. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ കോൺസെൻട്രേഷൻ മറ്റൊന്നിലേക്ക് പോകുന്നതിനുള്ള സാധ്യതയുണ്ട്, അത് ശ്രദ്ധിക്കുക. കോമ്പറ്റേറ്റീവ് എക്സാം, ഹയർ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, കഴിയുമോ എന്ന സംശയത്തേക്കാൾ ഞാൻ ചെയ്യും എന്ന ഒരു ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുക. സെപ്റ്റംബർ 19-ന് ശേഷം ചൊവ്വ 1-ാം ഭാവത്തിൽ വരുന്നു. ആ സമയം നിങ്ങൾക്ക് ഒന്നുകൂടി അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും. സ്നേഹബന്ധം, പ്രണയബന്ധങ്ങളിൽ ഈ മാസം സംസാരിക്കുന്ന വാക്കുകൾ വളരെയേറെ ശ്രദ്ധിക്കണം. 2-ാം ഭാവത്തിലെ സൂര്യൻ, കേതു, ബുധൻ എന്നിവ കാരണം കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്നിവ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട്. ഒരു ചെറിയ വാക്കുപോലും വലിയ പ്രശ്നമാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഒറ്റയ്ക്ക് ഉള്ളവർക്ക് പുതിയൊരു പരിചയം ഉണ്ടാകാം. എന്നാൽ ആ വ്യക്തിയെക്കുറിച്ച് പെട്ടെന്ന് തീരുമാനമെടുക്കാതെ കുറച്ചു കാലം മനസ്സിലാക്കിയ ശേഷം മാത്രം മുന്നോട്ട് പോവുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, റിലേഷൻഷിപ്പ് ഉള്ളവരെ ഇഗോയേക്കാൾ അണ്ടർസ്റ്റാൻഡിങ് വളരെ പ്രധാനമാണ്. ദാമ്പത്യ ജീവിതം, കുടുംബകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത. പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങൾ, കുടുംബത്തിലെ തീരുമാനങ്ങൾ, നിങ്ങളുടെ സംസാര ശൈലി എന്നിവയിൽ പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഗുരുവിൻ്റെ 1-ാം ഭാവസ്ഥാനം മാസത്തിൽ മെച്യൂരിറ്റി കൊണ്ടുവരുന്നതിനായി സഹായിക്കും. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ വന്നാൽ ഉടൻ പ്രതികരിക്കുന്നതിനേക്കാൾ ശാന്തമായി സംസാരിച്ചാൽ കാര്യങ്ങൾ പരിഹരിക്കാം. വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല ബന്ധങ്ങൾ വരുന്നതിനുള്ള സാധ്യത കൂടിയുണ്ട്. ഈ മാസം നിങ്ങളുടെ ഭാഗ്യം, നിങ്ങൾ 9-ാം ഭാവത്തിലെ വക്രശനി പറയുന്നത് ശ്രമിക്കുക, കാത്തിരിക്കുക എന്നതാണ്. ചില കാര്യങ്ങളിൽ ഡിലേ ഉണ്ടാകാം. പ്രത്യേകിച്ച് ഹയർ എഡ്യൂക്കേഷൻ ചെയ്യുന്നവർക്കും ലോങ് ട്രാവൽസിനൊക്കെ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ കരിയർ ഓപ്പർച്യൂണിറ്റീസിനും ഒക്കെ കുറിച്ച് നിങ്ങൾക്ക് ക്ഷമ ആവശ്യമാണ്. 1-ാം ഭാവത്തിലെ ഗുരു അവസാനം കാര്യങ്ങൾ നിങ്ങളുടെ അനുകൂലത്തിലേക്ക് തീർക്കുന്നതിനുള്ള സാധ്യത വളരെ ശക്തമാണ്, അത് നിങ്ങൾ ഓർക്കുക. നിങ്ങളുടെ കരിയർ, ജോലി ചെയ്യുന്നവർക്ക് സെപ്റ്റംബർ മാസം പുതിയ ഉത്തരവാദിത്തങ്ങളും അവസരങ്ങളും കൊണ്ടുവരാം. 1-ാം ഭാവത്തിലെ ഗുരു നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്നതിനാൽ സീനിയർ ലെവൽ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കുന്നതിന് കഴിയും.
ജോബ് ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ശ്രമം തുടരാം. പക്ഷേ ശനി 9ാം ഭാവത്തിൽ വക്രമായി നിൽക്കുന്നതിനാൽ ചില കാര്യങ്ങളിൽ ഡിലേ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ എത്ര ശ്രമിച്ചിട്ടും ഫലം കിട്ടുന്നില്ല എന്ന് കരുതി ശ്രമം നിർത്തരുത്. ശനിയുടെ സ്വഭാവം വൈകിപ്പിച്ചാലും സ്ഥിരതയുള്ള ഫലം നൽകുന്ന ഗ്രഹമാണ് എന്ന് നിങ്ങൾ ഓർക്കുക. ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ മാസം പുതിയ കോൺടാക്ട്സുകൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യത, പുതിയ ബിസിനസ് ഐഡിയാസ്, എക്സ്പാൻഷൻ, ഓൺലൈൻ വർക്ക്, ഫോറിൻ കണക്ഷൻ എന്നിവയിൽ സാധ്യതകൾ കാണാം. എന്നാൽ രാഹു 8ാം ഭാവത്തിലും കേതു 2ാം ഭാവത്തിലും ഉള്ളതിനാൽ പാർട്ട്ണർഷിപ്പ്, വലിയ ഫൈനാൻഷ്യൽ കമ്മിറ്റ്മെൻറ്റ്, ലോൺ, ടാക്സ് ഡോക്യുമെൻറ്റേഷൻ തുടങ്ങിയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം. ഒരു എഗ്രിമെൻറ്റ് ഒപ്പിടുന്നതിന് മുമ്പ് അതിലെ എല്ലാ കാര്യങ്ങളും വ്യക്തമായി പരിശോധിക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം, 12ാം ഭാവത്തിലെ ചൊവ്വ അൺനെസസറി ബിസിനസ് എക്സ്പെൻസസ് കൊണ്ടുവരുന്നതിനുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഈ മാസം ഗുരു ഉച്ചസ്ഥനായിട്ട് 1ാം ഭാവത്തിൽ. കർക്കിടകം രാശിക്കാർക്ക് ഈ മാസത്തിലെ ഏറ്റവും വലിയ അനുകൂല ഘടകം ഇതുതന്നെയാണ്. വ്യക്തിത്വം, ആരോഗ്യം, ആത്മവിശ്വാസം, ഭാഗ്യം, ജീവിതത്തിലെ പുതിയ അവസരങ്ങൾ എന്നിവയ്ക്ക് ശക്തി നൽകും. സൂര്യൻ, കേതു, ബുധൻ 2ാം ഭാവത്തിൽ. ധനം, കുടുംബം, സംസാരം എന്നിവയിൽ ശ്രദ്ധ വേണം. രാഹു 8ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അപ്രതീക്ഷിത സംഭവങ്ങൾ, ജോയിൻസ് ഫൈനാൻസ്, ഇൻഹെറിറ്റൻസ് ഫൈനാൻസ്, അതുപോലെ തന്നെ ഹിഡൻ ഇഷ്യൂസ് എന്നിവയിൽ ജാഗ്രത. വക്രശനി 9ാം ഭാവത്തിൽ. ഭാഗ്യം വൈകിയെത്താം, എന്നാൽ പരിശ്രമത്തിലൂടെ സ്ഥിരമായ ഫലം നൽകും. 12ാം ഭാവത്തിലെ ചൊവ്വ ചിലവ്, ഉറക്കക്കുറവ്, യാത്ര, വിദേശ ബന്ധങ്ങൾ എന്നിവയിൽ ശ്രദ്ധ വേണം. സാമ്പത്തിക സ്ഥിതി. 2ാം ഭാവം ധനഭാവമാണ്. അവിടെ സൂര്യൻ, ബുധൻ, കേതു എന്നിങ്ങനെ ഗ്രഹങ്ങളുടെ സ്വാധീനമുള്ളതിനാൽ ഇൻകം ഉണ്ടാകുന്നതിനോടൊപ്പം ചിലവും വർദ്ധിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. അത് ശ്രദ്ധിക്കുക. 12ാം ഭാവത്തിലെ ചൊവ്വയും ചിലവുകൾ വർദ്ധിപ്പിക്കാം. പ്രത്യേകിച്ച് ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങുക, അതുപോലെ തന്നെ യാത്രാ ചിലവ് എന്നിവ നിയന്ത്രിക്കുക. 12ാം ഭാവത്തിലെ ചൊവ്വ കാരണം യാത്രകൾ വർദ്ധിക്കുന്നതിനുള്ള സാധ്യത. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശ ജോലി, വിദേശ പഠനം, അതുപോലെ തന്നെ ഫോറിനുമായിട്ട് ബന്ധപ്പെട്ട ചില ക്ലയൻസുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മൂവ്മെൻ്റ് ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട്. എന്നാൽ യാത്രയുടെ ചെലവും സമയക്രമവും ശ്രദ്ധിക്കുക. അങ്ങനെ കർക്കിടകം രാശിക്കാർക്ക് ഈ മാസം അവസരങ്ങളെ സ്വീകരിക്കുക, ചിലവുകൾ നിയന്ത്രിക്കുക, വാക്കുകൾ ശ്രദ്ധിക്കുക, ക്ഷമയോടെ മുന്നോട്ട് പോകുക. ഗുരുവിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾക്ക് വഴിയൊരുക്കട്ടെ. ഈ മാസം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ: നിങ്ങളുടെ രാശിയധിപനായ ചന്ദ്രൻ്റെ ബീജമന്ത്രം നിങ്ങൾ ഒരു 108 തവണ ഡെയിലി നിങ്ങൾ ജപിക്കുക. ഓം നമഃശിവായ മന്ത്രം രാവിലെ ശുദ്ധിയായതിനു ശേഷം 108 തവണ നിങ്ങൾ തീർച്ചയായും ജപിക്കണം. ഹനുമാൻ ചാലീസ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. ഡെയിലി ചെയ്യാൻ സമയമില്ലാത്തവർ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും 2 ദിവസമെങ്കിലും പാരായണം ചെയ്യുക. നിങ്ങളുടെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക. നിങ്ങളാക്കിയ മാതാപിതാക്കൾക്ക് വേണ്ടി അരമണിക്കൂറിലും അവർക്ക് വേണ്ടി ചിലവഴിക്കുക. മനസ്സാവാച കർമ്മണ അവരെ ദുഃഖിപ്പിക്കാതിരിക്കുക. സൂര്യദേവന് ജല അർപ്പണം ചെയ്യുക. ഉദിച്ചു വരുന്ന സമയത്ത് 1 മണിക്കൂർ അകമോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പക്ഷി മൃഗാദികളെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ നിങ്ങൾ സംരക്ഷിക്കുക. അവർക്ക് വേണ്ട സഹായങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് വേണ്ടത്, നിങ്ങളുടെ നാവിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് ഒരു നാമം ഏത് സമയം നിങ്ങൾക്ക് ഉരുവിടാവുന്നതാണ്. അത് ഏതുമാകട്ടെ. അപ്പോൾ ഈ കലിയുഗത്തിൽ ഹരിനാമം നിങ്ങളുടെ നാവിൽ എപ്പോഴും ഉണ്ടാകാനായിട്ട് ശ്രദ്ധിക്കുക. ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹരികൃഷ്ണ സർവ്വം രാധാകൃഷ്ണ അർപ്പണമസ്തു. जय राधे कृष्ण, जय श्री राधे कृष्ण। प्रेम की बंसी बजती जाए, जीवन राधे कृष्ण हो जाए। जिसने वेश को त्याग दिया, हर प्राणी में प्रेम लिया, करुणा की जो राह चले, वो ही कृष्ण की बात कहे।